ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. നമ്മുടെ ഷഫീഖിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിനെ കുറിച്ചിട്ട് ഷഫീഖ് എന്തോ ഒരു മോശമായി ഒരു പെണ്ണിനോട് പറഞ്ഞത് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ ഇട്ടിരുന്നല്ലോ, അവൻ്റെ ആ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിനെതിരെ ഷഫീഖ് രംഗത്ത് വന്നിട്ടുണ്ട്. അവൻ ചെയ്തത് എന്താണെന്ന് നമ്മളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ പെൺകുട്ടിയോട് അവൻ എന്താണ് പറഞ്ഞതെന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ച് തരാം കേട്ടോ. ഒന്ന്. ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? എനിക്ക് സുഖം തന്നെ. ഞാന് പുറത്ത് ഭയങ്കര കാറ്റുമഴയാ. പിന്നെ ഞാനിപ്പോ വന്നത് എന്തിനറിയോ? നിങ്ങളോടൊരു കാര്യം പറയാനാ. ഒരു 2-3 ദിവസമായിട്ട് ഇന്റെ ഒരു വോയിസ് ഇങ്ങനെ കടന്ന് കളിക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, അതിനിപ്പോ റിപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇത് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ റിപ്ലൈ കൊടുക്കണേന്ന് ചോദിച്ചിട്ട് ഇത് പോസ്റ്റ് ചെയ്തോനിക്കല്ല റിപ്ലൈ കൊടുക്കണേ. അതിന് മാത്രം ഒന്നുമില്ല. ചെയ്തോനിക്കും ഇല്ല, ഈ വോയിസിലും ഇല്ല. എനിക്കൊരു പെണ്ണൊരു മെസ്സേജ് വിട്ടു. വിഷയം ഏതായിരുന്നു? സാജിയുടെ വീഡിയോ ഞാൻ വിട്ടീനെ കുറിച്ചിട്ട് ആ വീഡിയോ ഞാൻ കണ്ടു, പിന്നെ നിങ്ങൾ ആ മറുപടി കൊടുത്തത് നന്നായി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു എനിക്ക് മെസ്സേജ് വന്നിരുന്നത്. അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ സുഖവിവരങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കണം ഇങ്ങനെ തുടങ്ങിയപ്പോ മെസ്സേജ് നീളം കണ്ടപ്പോ ഞാൻ ഒന്ന് സ്ലോ ആക്കി. എന്നോടൊരു മോശത്തരം പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ തിരിച്ചും പറഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ കുറെ കാലം പിന്നെ എന്താ പറയാ, ഞാൻ മെസ്സേജിനൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യം. എന്നെ ഫോളോ ചെയ്തിരുന്നു, ഫോളോ ബാക്ക് ചെയ്തു, പിന്നെ അൺഫോളോ ഒക്കെ ചെയ്ത് ഞാൻ തന്നെ. കാരണം അങ്ങനെ എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതോട് താല്പര്യമില്ല. പിന്നെ പൊതുവെ ഇൻബോക്സിൽ ഞാൻ അങ്ങനെ ആരോടും ഇരുന്ന് ചാറ്റ് ചെയ്യുന്ന ഒരാളല്ല, എനിക്ക് അതിൽ നേരമല്ല. അപ്പൊ ഇവിടെ വന്നിട്ട് തന്നെ ഞാൻ കുറെ വീഡിയോസുകളൊക്കെ പുറകിലാണ്, ഞാൻ ചെയ്യലില്ല. ഗൾഫിൽ ഉണ്ടാകുന്ന അത്ര പോലും ഞാൻ ചെയ്തിരുന്നില്ല. ഞാൻ അവിടുന്നൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നു നാട്ടിൽ വന്ന എന്തായാലും വീഡിയോസ് ചെയ്യണമെന്ന്. എങ്ങനെ ചെയ്യണു? അത് പോട്ടെ. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചാ, ഞാൻ ഈ വീഡിയോയില് എന്നോട് ഒരു വിഷയം പറഞ്ഞിരുന്നു ഇവള്, അത് വോയിസ് മെസ്സേജ് ആയിട്ട് തന്നെ കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, ഒരുത്തൻ പോസ്റ്റ് ചെയ്തിക്കണു, അത് കണ്ടായിരുന്നു വെച്ചു. എന്നെ കുറിച്ചിട്ട് മോശമായിട്ട് എന്തോ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിക്കണു. ഞാൻ പറഞ്ഞു ഞാനത് കാണൂല, എനിക്ക് കാണണമെന്നില്ല. കാരണം ഈ ചെയ്തോന്റെ ക്വാളിറ്റി എന്താന്ന് നമുക്കറിയാം. അവൻ മറ്റേ ഒരു ദിവസം എന്റെ ഭാര്യ ബംഗാളിന്റെ കൂടെയാണ്, ഒരു ദിവസം ഉമ്മ നേപ്പാളിന്റെ കൂടെയാണ്. പിന്നെ 4 വർഷമായിട്ട് ഞാൻ നാട്ടിലില്ല, 2 വയസ്സായ കുട്ടിയുണ്ട്. ഇങ്ങനത്തെ കഥകളാണ്, മനസ്സിലായോ? അപ്പൊ ഒരു കുടുംബത്തിനെ വരെ വിറ്റ് ജീവിക്കുന്ന ഒരുത്തൻക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ട. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താ അറിയോ? നമ്മൾ റിപ്ലൈ കൊടുക്കുന്നവന് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്നനുസരിച്ചിട്ടാ. ഒരു തെറി ആർക്കും പറയാം, തെറി നിങ്ങൾക്കും പറയാം, എനിക്കും പറയാം. പിന്നെ എന്റെ ചാനലിൽ ഇരുന്നിട്ട് ഞാൻ തെറി പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഞാൻ ചെയ്യൂല. അതിന്റെ മെയിൻ കാരണം എന്താ അറിയോ? ഇന്റത് കാണുന്നവരങ്ങനെ, കുട്ടികൾ കാണും, മുതിർന്നവർ കാണും, എല്ലാവരും എന്റെ ചാനലിൽ കാണുന്നവരാ. അതെന്താ, എന്റെ ധൈര്യമായിട്ട് അവര് എന്താ ലൗഡ് സ്പീക്കർ ആക്കിയിട്ട് വെക്കുന്നത് തന്നെ ഇതിൽ മോശമൊന്നും വരൂല എന്നുള്ള ഉറപ്പ് വേണ്ട. അപ്പൊ അത് എനിക്ക് തെറ്റിക്കാൻ കഴിയൂല. നിങ്ങളിതാ ഈ വോയിസ് ഒന്ന് കേൾക്കി. ഇന്നത്തെ യൂട്യൂബർമാരുടെ അവസ്ഥ എല്ലാരും അല്ല കേട്ടോ, മാന്യമായി ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. ഇപ്പൊ എനിക്ക് തന്നെ ഈ ഒരു വിഷയം വന്നപ്പോ 100 ചില്ലാനും യൂട്യൂബേഴ്സാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. പക്ഷേ മാന്യത വിട്ട് കളിക്കുന്ന ആളുകളുണ്ട്. എന്ത് കുടുംബം വിറ്റിട്ടൊക്കെ കണ്ടന്റ് ഉണ്ടാക്കുന്നവരല്ലേ. ഈ ന്യൂസിന്റെ ഈ ഹെഡ്ലൈൻ ഒന്ന് വായിച്ചു കേട്ടു നോക്കി. യൂട്യൂബർമാർക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും കൗമാരക്കാർക്കിടയിൽ താരപരിവേഷമാണ്. ഇൻസ്റ്റഗ്രാമിൽ വഷളത്തരം പറയുന്നവർക്കാണ് കൂടുതൽ ആരാധകരുള്ളത്. കേട്ടില്ലേ? ഇനി വിഷയത്തേക്ക് വരാം. അപ്പൊ നമുക്ക് വിഷയത്തിൽ കിടക്കാം. എന്നോട് ഇവള് ഒരു മെസ്സേജ് വിട്ടിട്ട് എന്താ ചോദിച്ചാലോ, നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു, അപ്പൊ അത് നിങ്ങൾ കൊടുത്ത മറുപടി എല്ലാം ഉഷാറാണ്, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാ വരുന്നത് ഈ യൂട്യൂബിലെ ഒരു ലിങ്ക് വിട്ടന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കിത് കാണണ്ട, ആരെന്ത് പറഞ്ഞോട്ടെ, ഇന്നെ ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ പറയുന്നവന് അവനിക്കൊരു കണ്ടന്റുമായി, അത് കാരണം എനിക്ക് എന്താ പറയാ, ആ ഒരു അവന്റെ വ്യൂസില് ഇന്നറിയാത്ത പോലും ആളുകൾ പോലും അറിയാണ്. അത് എനിക്ക് ഗുണേ ചെയ്യുള്ളൂ. എന്ത് പറഞ്ഞോട്ടെ. കാരണം എന്താ അറിയോ, ഇതുവരെയൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഇന്നെ കുറിച്ചിട്ട് പറഞ്ഞത് കേട്ടിട്ട് എന്റെ അക്കൗണ്ടിൽ വന്നിട്ട് എന്റെ വീഡിയോസ് കാണുമ്പോ പറയും, ഷെരീഫെ വീഡിയോസ് കണ്ടിരുന്നു, ഞാൻ അവിടുന്ന് ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ടാ നിന്റെ അക്കൗണ്ടിലേക്ക് വന്ന്, നീ തന്നെയാണ് ശരി എന്ന് പറഞ്ഞ് മെസ്സേജ് ഇഷ്ടം പോലെ ആളുകൾ വിട്ടിട്ടുണ്ട്. അതൊക്കെ കാരണമാണ് ഞാൻ ഇതിന് റിപ്ലൈ കൊടുക്കാത്തത്.
നമ്മൾ റിപ്ലൈ കൊടുക്കുന്ന ആൾക്ക് ഒരു ക്വാളിറ്റി വേണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അതില്ലാത്തതിന്റെ പേരിലാണ് ഞാൻ അത് മെയിൻ ചെയ്യാത്തത്. അത് ഇനിയും പറഞ്ഞോട്ടെ, അത് എനിക്ക് വിഷയമല്ല. അതൊന്നും എന്നെ ബാധിക്കുന്നതോ എന്റെ ചിന്തയെ ബാധിക്കുന്നതോ ഒരു കാര്യമല്ല. അപ്പോ ഞാൻ ഈ പെണ്ണിനെ കുറിച്ചിട്ട് പറയാനാണ് ഇപ്പൊ ഞാൻ വന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഈ മെസ്സേജ് വിട്ടിട്ട് ഈ വിഷയം സംസാരിച്ചു പറഞ്ഞില്ലേ, അപ്പൊ ഇങ്ങനെ നിരന്തരം പറയാ മറ്റേ അവൻ അങ്ങനെ ചെയ്തിക്കണു, അവൻ അങ്ങനെ പറഞ്ഞിരിക്കണു. പിന്നെ ഇവളാട്ടോ ഫസ്റ്റ് പറയുന്നതിനോട്. പിന്നെ ഞാൻ ഇവന്റെ വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു. മറ്റേ ആ കുട്ടികളുടെ കാര്യത്തിൽ പറയുന്നതോ മറ്റേതോ ഒക്കെ ഞാൻ കണ്ടിരുന്നു ഒരു ടൈമില്. പക്ഷെ നിന്റെ കാര്യത്തിലും ഈ സാജിദാനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള 2 വീഡിയോ കണ്ടപ്പോ എനിക്ക് വെറുത്തു. പിന്നെ അവൾ തന്നെ ബ്രാക്കറ്റിൽ പറയുന്നുണ്ട്, ഇതൊക്കെ ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരാം, പക്ഷെ ഞങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആദ്യം പറയുന്നത്. അവൾ തന്നെ ബ്രാക്കറ്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്, എന്ത് എല്ലാരും ഒഴിവാക്കിയിട്ടും ഇവളുടെ പുറകെ പിടിച്ച് നടക്കുന്നുണ്ടല്ലോ, അത് അവനക്ക് ലക്ഷ്യബോധം. പിന്നെ മാത്രല്ല അവന് അത്തരത്തിലുള്ള ക്വാളിറ്റി ഉള്ള ആൾ തന്നെയാണ് അവനും എന്നുള്ളത് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചരാം, മനസ്സിലായോ? അപ്പൊ അതിന് മറുപടി ആയിട്ട് ഞാൻ എന്ത് കൊടുത്തു, ആയിക്കോട്ടെ, അവനിക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും, രാത്രി അവന്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടാവും, അതായിരിക്കും എന്ന് ഞാനും പറഞ്ഞ് ഞാൻ ആ വിഷയം ഒഴിവാക്കി. സംഭവത്തിന്റെ ലിസ്റ്റ് എന്താ അറിയോ, എനിക്ക് ഇതേമാതിരി ഒരു ചെറിയൊരു കട്ട് പീസ് കിട്ടി ഈ വീഡിയോയുടെ. ഒരാൾ വിട്ടെന്നതാ, നീ ഏതൊരു പെണ്ണിന് വിട്ട വോയിസ് ആ പെണ്ണ് അവനക്ക് വിട്ടുകൊടുത്തിക്കണു പറഞ്ഞു. അപ്പൊ എനിക്ക് ഉറപ്പാണ് ഞാൻ ഒരു മോശത്തരം പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം, അത് എനിക്ക് പരിപൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ട് എന്ന് വെച്ചു. അപ്പൊ അതെന്താ വെച്ചാൽ ആകെ ഒരു 15 സെക്കൻഡോ എന്തോ ഉള്ളൂ, അത് ഞാൻ അങ്ങനെ കേട്ടു തന്നെ. അപ്പൊ ഞാൻ അവൾക്ക് മെസ്സേജ് ഇട്ടു, ഈ ആണോ ആ വോയിസ് അവനക്ക് വിട്ടുകൊടുത്ത്? വിട്ടുകൊടുത്തു വെച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം ഞാൻ നിന്നോടോ അതല്ലെങ്കിൽ ഒരു ഉമ്മയോ പെങ്ങളോ കേൾക്കാൻ പറ്റാത്ത ഒരു മോശത്തരോ ഞാൻ പറഞ്ഞിട്ടില്ല. ആ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് എനിക്കതൊരു പ്രശ്നമല്ല. പക്ഷെ ആരോടും നമ്മളൊരു വിശ്വാസവഞ്ചന കാണിക്കാൻ പാടില്ല. മറ്റുള്ളവർ കേൾക്കാൻ പറ്റുമോ പറ്റാത്തതോ എന്ത് വിഷയമായിക്കോട്ടെ, ഒരാൾക്ക് വിശ്വസിച്ചിട്ട് എന്തെങ്കിലും പറയേ അല്ലെങ്കിൽ ഏൽപ്പിക്കുകയോ ചെയ്താൽ അത് അതിന്റെ ഭംഗിയിൽ സൂക്ഷിക്കേണ്ടത് ഒരു മര്യാദയാണ്, മനസ്സിലായോ? അത് ചെയ്യാത്തടത്തോളം കാലം മറ്റുള്ളവരോട് നമുക്ക് ഒരു പരിഗണനയും കാണിക്കേണ്ട കാര്യമല്ല. ഈ വോയിസ് വന്നോടുകൂടെ ഇവളും പെട്ടു. ഇവള് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പിന്നെ അള്ളാണ് ഞാൻ അറിഞ്ഞിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ എന്റെ ഒരു കൂട്ടുകാരിക്കാ വിട്ടുകൊടുത്ത, അവളാണ് അവനിക്ക് വിട്ടുകൊടുത്തിരിക്കണത്, പിന്നെ എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല, ഞാൻ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണാണ്, അതുകൊണ്ട് പിന്നെ ഇന്നതിൽ നിന്ന് വെറുതെ വിടണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ എന്റെ വൈഫ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കട്ടെ, എന്റെ അടുത്തുണ്ട്. അപ്പോ ഇവിടെ കരച്ചിലും, ഞാൻ ഹോസ്പിറ്റലിലാണ്, അങ്ങനെയാണ്, ഞാൻ ഇത് കേട്ടിട്ട് കയ്യും കോയലും ആകെ കുഴഞ്ഞു, BP കയറി, പ്രഷർ കയറി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര മറ്റേ ഇതാണ്, കരച്ചിലും പറച്ചിലും ഒക്കെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ നിനക്കിത് വിട്ട വോയിസ് അല്ലേ, നീ എന്തിനാ എന്റെ സമ്മതമല്ലാതെ വേറൊരാൾക്ക് വിട്ടുകൊടുത്തു എന്ന് ചോദിച്ചു. അത് ചെയ്തത് മര്യാദകേടാണോ ചോദിച്ചു. 100% എന്റെ അടുത്ത് തന്നെ തെറ്റ്. മാത്രമല്ല, നിങ്ങൾക്ക് ഞാനാണ് ആദ്യമായിട്ട് മെസ്സേജ് വിട്ടിരുന്നത്, നിരന്തരം നിങ്ങൾക്ക് മെസ്സേജ് വിട്ടിരുന്നതും ഞാനാണ്. എന്നിട്ട് നിങ്ങൾ എന്റെ ചോദ്യത്തിനുള്ള മറുപടി മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം പോസ്റ്റ് ചെയ്യണ്ടേ? അതല്ല ഇതിൽ വേണ്ടത്. ഒരു വിഷയം പറയുമ്പോ അതിന്റെ മുഴുവൻ ഭാഗങ്ങളും വെക്കുമ്പോഴല്ലേ ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ഇത് ഞാൻ പറയുന്ന മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ഫോട്ടോ ഇല്ല, നിങ്ങളുടെ ID ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഒന്നും വേണ്ട, ഇനി ഉണ്ടോ എനിക്ക് കുഴപ്പമില്ല, എന്തിനു ഇത് ചെയ്തു എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവളുടെ കൂട്ടുകാരിക്കാണ് അവള് വിട്ടുകൊടുത്തത്, അവളെ കൂട്ടുകാരനാണ് അവനെന്നും പറഞ്ഞു. ഒരു കാര്യം നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കണം, നിങ്ങളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള ആളുകളോട് ബന്ധം നിങ്ങൾ നിലനിർത്തുമ്പോൾ അവരുടെ ബന്ധം എന്താണ് എന്നുള്ളത് നിങ്ങളൊന്നറിയണം. ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെയൊക്കെ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ചോരകളാ. എങ്ങനെ? ഒന്നല്ലേ ഉമ്മ, അല്ലെങ്കിൽ ഭാര്യ, ഇതൊക്കെയാണ് ഇവരുടെ കണ്ടന്റുകൾ. ഈ കണ്ടന്റ് വിറ്റ് ജീവിക്കുന്ന ഒരുത്തനോട് നിങ്ങളുടെ സ്നേഹപ്രകടനം കൊണ്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഓണസദ്യ ഇട്ടിട്ട് നിങ്ങളെ സ്വീകരിക്കുന്നു വിചാരിച്ചു അല്ലെ? ഇതിന്റെ ട്വിസ്റ്റ് വേറെ എന്താണ് അറിയോ? ഇത് ഇവളുടെ കരച്ചിലും പറച്ചിലൊക്കെ ഇങ്ങനെ കേട്ടപ്പോ എന്റെ വൈഫ് പറഞ്ഞു, ഇത് എത്രയായാലും ഒരു പെണ്ണല്ലേ, വിട്ടളേ, കാരണം ചിലപ്പോ അത് വീട്ടുകാരൊന്നും അറിയാതെ അവളിങ്ങനെ പറയുന്നുണ്ട്, എന്റെ ഭർത്താവ് അറിഞ്ഞിട്ടില്ല, എന്റെ മക്കൾ അറിഞ്ഞിട്ടില്ല, എന്റെ മാനം പോകും, എനിക്ക് മരിക്കേണ്ടി വരും എന്നൊക്കെ. അപ്പൊ ഞാൻ അവളോട്ട് ചോദ്യം, ഇതൊന്നും ഇതിന് മുമ്പ് ചോർത്തില്ലേ? ഒരു അന്യ ആണിനോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾക്ക് ചാറ്റാൻ ഒരുപാട് പേരെ കിട്ടും, 1000 പേരെ നമുക്ക് ചാറ്റാൻ കിട്ടും. പക്ഷെ നമുക്ക് പോറ്റാനുണ്ടല്ലോ, നമ്മുടെ കെട്ടിയവൻ തന്നെ ഉണ്ടാവുള്ളൂ. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അവരൊന്നും അറിയാതെ നീ നിന്റെ കൂട്ടുകാരിക്കാ വിട്ടതെന്ന് പറഞ്ഞു, കൂട്ടുകാരി അങ്ങടാ വിട്ടതെന്ന് പറഞ്ഞു, എങ്ങനെയാണ് ഒരു സംഭവം പുറത്തു പോന്നു. ഞാൻ എന്ത് ചെയ്തു അറിയോ? ഇവർക്കൊക്കെ വല്ല യഥാർത്ഥ സ്നേഹം പ്രകടനം ഒന്നും മനസ്സിലാകണല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, ശരി, ആ കണ്ടന്റ് ജോനോട് റിമൂവ് ചെയ്യാൻ പറ, ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ.
ഇപ്പൊ എന്നോട് മരിച്ചാണ്, എനിക്ക് മരണമല്ലാതെ എന്റെ വീട്ടുകാരത് അറിഞ്ഞാൽ മരണമല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാനത് ക്ഷമിക്കാം. ആ കണ്ടന്റാണ് റിമൂവ് ചെയ്താ ഞാൻ ഇതിന് മറുപടി ഒന്നും പറയില്ല. ഒരു പെണ്ണെന്നുള്ള പരിഗണനയിൽ ഞാൻ അന്നെ അങ്ങോട്ട് ഒഴിവാക്കാന്നും പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഓക്കെ, എന്നാ എനിക്ക് ഒരു ദിവസത്തെ ടൈം വേണമെന്ന് പറഞ്ഞു. ശരിയായിരുന്നു. അപ്പൊ എന്റെ വൈഫ് എപ്പോഴും പറഞ്ഞു നിങ്ങൾ ചെയ്യൊന്നും വേണ്ട കേട്ടോ, എത്രയായാലും വേണ്ട, ഒരു പെണ്ണല്ലേ അതിങ്ങനെ കരഞ്ഞും കൊണ്ടൊക്കെ പറയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാനൊന്ന് പേടിപ്പിക്കാൻ നോക്കിയതാണ്. സത്യം എന്തായാലും അറിയണല്ലോ. എന്റെ വോയിസ് മാത്രം അവള് എത്രയായാലും ഈ വോയിസ് ഒക്കെ ഫോർവേഡ് ചെയ്യാറുണ്ടെങ്കിൽ അത് ഒരു മാന്യത ഇല്ലാത്ത പരിപാടിയാണ് ചെയ്തിക്കണെന്നുള്ളത് അവൾക്കും അറിയാം, എനിക്കും അറിയാം. അത് അവൾ എന്നോട് സമ്മതിച്ചിട്ടുമുണ്ട്. അതിന്റെയൊക്കെ വോയിസ് ഉണ്ട്, എല്ലാം ഞങ്ങളെ കേൾപ്പിച്ചു തരും. ഇതിപ്പോ കേൾപ്പിക്കാനുള്ള ഒരു കാരണം കൂടി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ എന്ത് ചെയ്തു, അത് റിമൂവ് ചെയ്യേ, എന്നാ ഞാൻ വീഡിയോ ഒന്നും ചെയ്യൂലായിരുന്നു. എനിക്കിപ്പോ അത് അവിടെ ഉണ്ടാച്ചിട്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവരൊന്നും തിരിച്ചറിയണം ഇങ്ങനത്തെ ചതി പോയി പെട്ടാനുള്ള അവസ്ഥ എന്താണെന്നുള്ളത്. 100% എനിക്ക് ഉറപ്പായിരുന്നു അത് റിമൂവ് ചെയ്യൂലാന്ന്. കാരണം എന്താ, അതിൽ നല്ലൊരു വരുമാനം വരുന്നേ. ഒരാളെ ചതിച്ചിട്ടാണെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറയില്ലേ, ആ പണിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ പെണ്ണ് മറ്റേ പെണ്ണിനോട് പറയാം, മറ്റേ പെണ്ണ് ഓനോട് പറയാം. അപ്പൊ ഓൻ എന്ത് ചെയ്തു, കാര്യമൊക്കെ ശരി, പക്ഷെ അത് ഞാൻ ഡിലീറ്റ് ആക്കൂല. അതെന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റൂല. നോക്കണം നിങ്ങള്, ഇവള് മരിക്കുകയാണ്, ചാകുകയാണ്, ഹോസ്പിറ്റലിലാണ് പറഞ്ഞിട്ടൊക്കെ കുറെ ഫോട്ടോസ് ഒക്കെ വിട്ടിരുന്നു. അതിന്റെ കൂടെ പറയുന്നുണ്ട് നിന്റെ അടുത്തൊരു തെറ്റുമില്ല ഷെരീഫെ, എനിക്കറിയാം, ഞാനാണ് അങ്ങോട്ട് വന്നത്, ഞാനാണ് അങ്ങോട്ട് മിണ്ടിയത്, ഞാനാണ് ഈ വിഷയം പറഞ്ഞത്, അതിന് മറുപടി മാത്രമേ നീ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ മറുപടി മാത്രമേ ഉള്ളൂ ഫോർവേഡ് ചെയ്തിട്ടുള്ളൂ. അത് ശരിയാണോ? അല്ലല്ലോ. അപ്പോ എന്താണ് ചോദ്യം എന്നും കേൾക്കണ്ടേ, അപ്പോഴല്ലേ ഇതിന്റെ ഒരു പൂർണ്ണതയിലെത്തും അല്ലെ? എന്താണ് ചോദ്യം? അപ്പൊ എന്നോടിപ്പോ പിന്നെ ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഈ എന്ത് ചെയ്തു, ആദ്യം ഒരു ദിവസം എന്നോട് ചോദിച്ചു, ആ ഒരു ദിവസം ഞാൻ കൊടുത്തു, ശരി. രണ്ടാമത്തെ ദിവസം ചോദിച്ചു, ആ ദിവസവും ഞാൻ ഫുള്ള് കൊടുത്തു. മൂന്നാം ദിവസം ചോദിച്ചു, മൂന്നാം ദിവസവും ഞാൻ ഫുള്ള് കൊടുത്തു. അവൻ ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ടിപ്പോ ഇന്ന് വന്നിട്ട് പറയാണ് അവന് കണ്ടന്റ് ഡിലീറ്റ് ചെയ്യൂല എന്നാ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ എന്റെ ഭർത്താവിനോട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പോ എനിക്ക് വേറെ വഴിയില്ലല്ലോ, ഞാൻ നിങ്ങളെ കാല് പിടിച്ചില്ലേന്ന്. ഞാൻ പറഞ്ഞു നീ ഇപ്പൊ എടുത്ത തീരുമാനം ഉണ്ടല്ലോ, നീ നിന്റെ ഭർത്താവിനോട് പറഞ്ഞത്, അതാണ് ഒരു പെണ്ണ് ആദ്യം ചെയ്യേണ്ടത്. നമുക്ക് എന്ത് വിഷയം വന്നാലും ഭർത്താവിനോട് പറയാം. പിന്നെ കഴിയണത് കള്ളങ്ങൾ പറയാതിരിക്കുക. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ അപ്പം ഉണ്ടാകുന്നൊരു ദേഷ്യം ഉണ്ടാവുള്ളൂ. പക്ഷെ കള്ളങ്ങൾ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ ദേഷ്യം ഒരിക്കലും മനസ്സിന് മായ്ച്ചു കളയാൻ കഴിയൂല. അത് ആണുങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. നീ മോശമാണെന്നോ നിന്റെ കുടുംബം മോശമാണ് ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള ആളുകളെ വിശ്വസിച്ചിട്ട് നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, അത് എവിടം വരെ, രാവിലെ നമ്മൾ ചായ കുടിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിക്കൂല ഉച്ചയാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് കയറിൽ തൂങ്ങേണ്ടി വരുന്നു. ഈ ജാതി ആളുകളേത്ത് പോയാൽ അതായിരിക്കും അവസ്ഥ. എന്നിട്ട് ഈ 3 ദിവസം അവനോട് കരഞ്ഞു പറഞ്ഞുകൊണ്ടുള്ള ഇതൊന്നും റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ചെയ്തില്ല. എന്നിട്ട് അവൻ എന്ത് ചെയ്തു, പിന്നെ ഒരു വീഡിയോ ഇട്ടു, എങ്ങനെ ഇതാ ഷെരീഫിന്റെ ഭീഷണി എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എന്റെ ഭീഷണി അവിടെ തന്നെ ഉണ്ടാവും, ഒന്നും ഞാൻ പിൻവലിച്ചിട്ടില്ല. എന്ത് ഭീഷണി ഞാൻ പറഞ്ഞേക്കണേ, ഞാൻ ഒരു പെണ്ണിനോട് അതിര് വിടാത്ത എല്ലാ മാന്യതയും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ നിനക്ക് ചാൻസ് തരാന്ന്. ഞാനും തന്നെ ഇതൊന്നും ചെയ്യാൻ വിചാരിച്ചതല്ല. ഞാൻ എന്റെ വൈഫിനോടും പറഞ്ഞിരുന്നു, ഞാൻ എന്താ അവളൊന്ന് മനസ്സിലാക്കണല്ലോ ഇപ്പൊ ചെയ്യുമല്ലേ എന്നുള്ളത്. കാരണം എത്ര വിശ്വസിച്ചിട്ട് ഒറ്റിക്കൊടുത്തതല്ലേ. അപ്പോ സംഭവം ഞാൻ എന്റെ ട്രാക്കിൽ തന്നെ കയറി വണ്ടി, അവനത് ചെയ്യൂല എന്നുള്ളത്. അതിൽ ഇവളും പെട്ടു. എന്നിട്ട് ഇപ്പൊ പിന്നെ എന്ത് ചെയ്തു, ഈ കാര്യം ഇവള് വീണ്ടും അവനോട് പറഞ്ഞപ്പോ അവൻ എന്ത് ചെയ്തു, ഇതാ ഭീഷണി, ഷെരീഫിന്റെ ഭീഷണി എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് അതും പ്രശ്നം ഉണ്ടായിട്ടല്ല. പക്ഷെ ഈ വിഷയം എന്താ നിങ്ങൾ കേൾക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ഭാഗം ഒന്ന് കേൾക്ക്, ബാക്കി ഞാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അതന്നെ തലേന്നും ഇതിന്റെ മുന്നത്തെ വീഡിയോ അങ്ങനെ തന്നെ ഇട്ടത് ഞാൻ കാണലുണ്ട്. പിന്നെ റീൽസ് എല്ലാം അപ്പൊ നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ഇടേണ്ടിട്ടായിരിക്കും. ഞാൻ നിങ്ങൾ കണ്ടിട്ടില്ലോളി. സാധ്യത സെയിമാ, സ്വന്തം കുടുംബത്തിനെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നത്. അപ്പൊ പിന്നെ ഓരെ കുറിച്ച് എന്ത് പറയാനാണ്? അത് ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഓർക്ക് പബ്ലിസിറ്റി കൂടും, ഓന്റെ അക്കൗണ്ടൊക്കെ റീച്ച് ആവും. അതിന് വേണ്ടിയിട്ടില്ലേ കളിയാം. പക്ഷെ ഞാനത് മെയിൻ ചെയ്തില്ലാണ്ടപ്പോ ഓനും കുടുങ്ങിയിരിക്കും. മണ്ണാർക്കാട് ഓന്റെ റീൽസിലെല്ലാം കാണാൻ ഭയങ്കര മക്കളെ ഇതാക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മക്കളിങ്ങനെ ഓന് ഭാര്യമാരില്ലാണ്ട് നോക്കുന്നത് നല്ലതായിരുന്നു. പക്ഷെ എനിക്ക് ഇവന്റെ 2 വീഡിയോ കണ്ടപ്പം എന്തായാലും വരം പോയി. കാരണം ഓനെടുത്ത് പറയുന്നുണ്ട് ആ വീഡിയോയില്, മണ്ണാർക്കാട് എത്ര പെമ്പിള്ളേരുണ്ട്, സാജിദ സാജി മാത്രമാണോ? അതൊക്കെ ഇങ്ങനെ ചോദിക്കണമെന്നുണ്ട്, പറയണമെന്നുണ്ട്. അരിയത്താണെ പറയുന്നത്, യൂട്യൂബിലുള്ളതുകൊണ്ടല്ലേ റിയാക്ട് ചെയ്യുന്നത്. ഈ സാജിദ സാജി യൂട്യൂബർ അല്ലെങ്കിൽ ആര് റിയാക്ട് ചെയ്യാൻ പോകുന്ന ആരെന്തറിയുന്നു?
ഭയങ്കര പൊങ്കാലിട്ട കമന്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ ഭാര്യനെ ആദ്യം കൂട്ടിക്കോർത്ത് ആരാന്റെ പെണ്ണിനെ ഇങ്ങനെ ആക്കുന്നത്. അപ്പൊ ഇവനും ഇവള് കെട്ടുന്നയാ. കേട്ടോ നിങ്ങളെ? എന്നോട് പറഞ്ഞ ആദ്യം ഇതാണ്, എനിക്ക് ഇങ്ങോട്ടാണ് മെസ്സേജ് വന്നത്, ഈ വിഷയമൊക്കെ പറഞ്ഞത്. ഇവന്റെ പെണ്ണുങ്ങളെ നോക്കാൻ കഴിവില്ല. പെണ്ണുങ്ങള് നാട്ടുകാരുടെ കൂടെ ഒളിച്ചോടിയ കഥയെ അവന്റെ കണ്ടന്റ്. അവനാണ് സാജിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റക്കീലേരി വെച്ച് ഇറങ്ങിക്കണെന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് പറയാന്? പിന്നെ നമുക്ക് എന്താ വെച്ചിട്ടാ, ആദ്യം ഞാൻ എന്തേലും ചെയ്യുമ്പോ എന്റെ കുടുംബത്തിന് ഞാൻ ചെയ്യുന്നതും ഒരു ക്വാളിറ്റിയാ നോക്കണ്ടത്. നമ്മളെപ്പോഴും ഒരു വിഷയം എന്ത് തോന്നിവാസം പറയുന്നവരും ചെയ്യുന്നവരും അല്ല നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മളെ മൊബൈലൊക്കെ മക്കള് കാണുന്നത്, മറ്റുള്ളവര് കാണുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്നത് ചിലപ്പോ നമ്മൾ സ്വയം വിചാരിക്കുകയാണ് നമ്മുടെ മക്കളൊന്നും ഇതിക്ക് ശ്രദ്ധിക്കൂലെന്ന്. അവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. അവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവും. ആ സ്ഥലത്ത് ഇജാതി ഓരോ കണ്ടന്റും ഇജാതി ഓരോ വായില് മറ്റേ പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെ ഇട്ടിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ വീഡിയോക്ക് എത്ര നിലവാരം ഉണ്ടാവും എന്ന് എനിക്ക് ചോദിച്ചൂടെ? അതാണ് ഇപ്പൊ ഹെൽപ്പർ. അപ്പോ അതിനെ കുറിച്ചിട്ട് അവൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാട്ടോ, കേൾക്കണം നിങ്ങള്, ഇങ്ങോട്ട് മെസ്സേജ് വിട്ടിട്ട് പറഞ്ഞതാണ് ഇത്. ആ വീഡിയോ കണ്ടിരുന്നു, പക്ഷെ ഈ 2 വീഡിയോയിലേക്ക് വെറുത്തു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതാ പറഞ്ഞത്, നമ്മൾ മനുഷ്യരെല്ലാരും ചിന്തിക്കുന്ന അതിനെ ഇവളും ചിന്തിച്ചിട്ടുള്ളൂ. ഇതിന്റെ നിലവാരം എന്താന്നുള്ളത് ഏത് പൊട്ടനിക്കും അറിയാലോ. അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ കൊടുക്കാത്തത്. ഇപ്പൊ മനസ്സിലാവും. അവിടെ കണ്ടു ഇവിടെ കണ്ടു പറഞ്ഞു എന്നോട് ഓരോ ഫേക്ക് അക്കൗണ്ടിൽ വന്ന് കമന്റ് അടിക്കുന്നുണ്ട് ഓരോരുത്തര്. ഇവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കണില്ല. കാരണം എന്താ വെച്ചാൽ അതിനുള്ള നിലവാരമില്ല. പിന്നെ എന്തിനു നമ്മൾ കൊടുക്കണം? എന്നിട്ട് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞൊരു വിഷയത്തിന് ഞാനൊരു മറുപടി പറഞ്ഞു. അവളായിട്ട് ചിലപ്പോ വല്ല ഉപകാരം ഉണ്ടാവും എനിക്ക്, അതായിരിക്കും. എനിക്കത് നോക്കാൻ നേരല്ല. ഞാൻ എന്റെ പാട്ടിൽ ഞാൻ അങ്ങനെ പോയിക്കോളാം, അതൊന്നും മെയിൻ ചെയ്യാൻ നേരല്ല. ആ ഒരു വിഷയം മാത്രമാണ് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. എങ്ങനെയുണ്ടേ? അത് നല്ല റൈറ്റ് അല്ലേ? അത് കണ്ടിട്ട് ഷെരീഫ് പെണ്ണുങ്ങളോട് ചാറ്റ് ചെയ്യുന്നുണ്ട്, ഷെരീഫ് പെണ്ണുങ്ങളോട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ നീട്ടി വലിച്ചൊരു കണ്ടന്റ് ആക്കി. അവസാനം എന്തായി? ഇവള് വേറെ പെണ്ണും ഉണ്ടെന്നാ പറയുന്നത്. അതെനിക്കറിയില്ല, ഞാനത് അങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ചിട്ടില്ല. കാരണം എന്നോട് പറഞ്ഞ തന്നെ ചിലപ്പോ അപ്പുറത്തും പോയി പറഞ്ഞു. ചില ആളുകൾ അങ്ങനെ ഉണ്ട്, ഇവിടുത്തത് അവിടെ അവിടുത്തെ ഇവിടെ എന്നുള്ളത്. ഞാൻ അതിന് നിന്നൊടുക്കാറില്ല കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് പെണ്ണുങ്ങളോടുള്ള കളിക്ക് ഞാൻ അധികം നിൽക്കൂല. മറ്റോ പറഞ്ഞ മാതിരി പോയ മാനം പിന്നെ ആന വലിച്ചാൽ കിട്ടൂലല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ എന്തിറങ്ങിയാലും അതിന്റെ ഉമ്മാക്കോ പെങ്ങൾക്കോ മക്കൾക്കോ ഭാര്യക്കോ കാണാൻ പറ്റാത്തത് അല്ലെങ്കിൽ കേൾക്കാൻ പറ്റാത്തത് ഒരു വിഷയം ആയി മാറൂല. ആ പരിപൂർണ വിശ്വാസം എനിക്കുള്ളിടത്തോളം കാലം ഒരു വാപ്പാനും ഞാൻ പേടിക്കേണ്ട കാര്യമല്ല. ഞാൻ അതുകൊണ്ടാണ് ഈ പെണ്ണിന്റെ വോയിസ് അടക്കം ഞാൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കേൾപ്പിച്ചത്. ഇനിയിപ്പോ ഇതിന്റെ ബാക്കി എന്തുണ്ടെങ്കിലും ഓള് കേൾപ്പിച്ചോട്ടെ, അവനിക്ക് വിട്ടുകൊടുക്കട്ടെ. അവനുണ്ടല്ലോ, അവളുടെ കണ്ടന്റ് ഉണ്ടാക്കി പബ്ലിസിറ്റി ചെയ്യാൻ അവനുണ്ടല്ലോ, വിട്ടുകൊടുക്കട്ടെ. വെല്ലുവിളിക്കാണ് ഞാൻ. എനിക്ക് ഈ സംഭവം അറിയില്ല. ഈ പടച്ചോന്ന് ഓർത്ത് 2 പേര് മുതൽക്ക് ഞാൻ അങ്ങനെ പോകുന്നതാണ് ഞാൻ പറഞ്ഞിരണ്ട. പടച്ചോനെ ഓർത്ത് എന്റെ പേരൊന്നും ഇടരുതേന്ന് ഓള് പടച്ചോനെ ഓർത്തിട്ടാണല്ലോ ഫോർവേഡ് ചെയ്ത്. അതിങ്ങനെ അവിടെ ഞാൻ പറഞ്ഞ വിഷയം പിന്നെ എന്റെ അനുമതി ഇല്ലാതെ വേറെ ആൾക്ക് ഒരു പേടിയൊന്നുമില്ല. കാരണം ഞാൻ ഒരു മോശമായിട്ട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അത് എന്തെങ്കിലും എന്നോട് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ നിനക്ക് റിപ്ലൈ തന്നെ തരാത്ത ആളാണ്. പിന്നെ 100 മെസ്സേജ് ഇടുമ്പോൾ ഒന്നും റിപ്ലൈ തരാം. ഞാൻ പണ്ടേ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇതിൽ ചാറ്റ് ചെയ്യാൻ താല്പര്യമില്ല. പ്രത്യേകിച്ച് പെൺകുട്ടിയോട് ചാറ്റ് ചെയ്തിരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത്. കാരണം എനിക്കറിയാം ഇതൊക്കെ ഈ ജാതി പണിയും കൊണ്ടാ വരിക എന്നുള്ളത്. അപ്പൊ എന്റെ ഒരു വീഡിയോ എന്റെ ഒരു വോയിസ് ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ കാണിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. മനസ്സിലായോ? അപ്പൊ ഈ കൊടുക്കുമ്പോൾ അത് ഫുള്ള് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതിപ്പോ ഞാൻ പറയുന്നത് മാത്രം പറയാനായിട്ടുണ്ടെങ്കിൽ അത് ഒരാളെങ്കിൽ തെറ്റിദ്ധരിച്ചാൽ എനിക്ക് മോശമല്ലേ? ഇതിനെ കുറിച്ചിട്ട് ഇന്നെ അറിയുന്നവർക്ക് ധാരണ ഉണ്ട്. ഞാൻ അങ്ങനെ ഒരു വേണ്ടത്തരത്തേക്കും പോകില്ല. എനിക്ക് ഇപ്പൊ വോയിസ് കൊടുത്തിരിക്കുന്ന ഒരു പ്രശ്നമല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു തെറ്റും പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ഒരു വേണ്ടാത്തരം പറഞ്ഞിട്ടില്ല. ഉമ്മാനെ പെങ്ങളെ വേർതിരിവുള്ള ഒരു മോശത്തരം ഞാനതിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ എന്റെ ഫ്രണ്ട് തീരുമാനിക്കും എന്ത് വേണമെന്നുള്ളത്. എനിക്ക് തീരുമാനിക്കാനുള്ളത് എന്റെ വോയിസ് ആ യൂട്യൂബ് അക്കൗണ്ടിൽ ഉള്ളിടത്തോളം കാലം എനിക്ക് അതിന്റെ മുഴുവൻ എത്ര മെസ്സേജ് അതിന് ഞാൻ റിപ്ലൈ തന്നിക്കണേ, എന്ത് ചോദ്യത്തിനാണ് ഞാൻ നിനക്ക് റിപ്ലൈ തന്നിക്കണേ, അതെല്ലാം തെളിയിക്കേണ്ട ബാധ്യത ഇന്റേതാണ്. എന്റെ ഭാഗം ക്ലിയർ ആക്കുക എന്നുള്ളത് എന്റെ മാന്യതയാണ്. അപ്പൊ ഇതൊക്കെയാണ് സംഭവം. ഇനി എന്റെ ബാക്കിയും കൂടിയും കേക്ക്. അതായത് എന്നോട് ഇപ്പൊ ലാസ്റ്റ് വിട്ടൊരു മെസ്സേജ് ഉണ്ട്, അതും കൂടി ഒന്ന് കേക്ക്. ഞാൻ അവരടുത്ത് ഇൻഡയറക്ട്ലി ആ ഫ്രണ്ട് ത്രൂ ഞാൻ പറയുകയും ചെയ്ത്, പിന്നെ എല്ലാണ്ടും പറഞ്ഞ് അവര് മാറ്റൂല എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യാത്ത കാര്യമാണ്, അത് എനിക്ക് റിമൂവ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്തതിന്റെ
അതായത് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ് അത് വെച്ചിട്ട് അവർ വീഡിയോ ഇട്ടിരുന്നു എന്ന് പറഞ്ഞു. ഇന്നലെ വീഡിയോ ഇട്ടായിരുന്നു, ഞാൻ കണ്ടു. ഞാൻ എന്റെ മാക്സിമം ഞാൻ പറഞ്ഞു, എന്റെ ഫ്രണ്ടും മാക്സിമം പറഞ്ഞു. അപ്പോൾ അവര് ആ ഫാത്തി എന്ന് പറയുന്ന ആളുടെ പിന്നെ ആൾക്കത് ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് റിമൂവ് ചെയ്യൂല എന്ന് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞത്. എന്നെ പറ്റി പറഞ്ഞ കാര്യമാണ്, അത് ചെയ്യാത്ത കാര്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവരെ ന്യായം. പിന്നെ എന്റെ ഫാമിലിയിലുള്ളത് പിന്നെ എന്റെ ഹസ്ബൻഡ് ഇടപെടേണ്ടി വരും. ഹസ്ബൻഡിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡിന്റെ അടുത്ത് ഞാൻ ഇതിനെ പറ്റിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഞാൻ തവണ സോറി പറഞ്ഞു, തെറ്റ് പറ്റിയതിന്റെ പേരിൽ ഒരുപാട് തവണ ഞാൻ സോറി പറഞ്ഞു. പക്ഷെ നിങ്ങളത് കേൾക്കുന്നില്ല. കേൾക്കണങ്ങള് ഞാൻ വിട്ടൊരു വോയിസ് വേറെ ആൾക്ക് വിട്ടുകൊടുത്ത് അത് കണ്ടന്റ് ആക്കിയിട്ട് മറ്റേ എന്താ പറയാ കമന്റിൽ മുഴുവൻ എന്താ ഷെരീഫെ ഒരു പെണ്ണിന് വിട്ട വോയിസ് ആണല്ലോ പുറത്ത് വന്നിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് സോറി പറഞ്ഞിക്കണമെന്ന്. ആ സോറി പറഞ്ഞതും ഞാനത് എന്താ പറയാ ഒഴിവാക്കിയ വിഷയമാണ്. പക്ഷെ അതിന്റെ പേരിൽ വീണ്ടും 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 വീഡിയോ വരുമ്പോ ആരും പ്രതികരിച്ചു പോകും പെങ്ങളെ, മനസ്സിലായോ? നിങ്ങൾക്ക് മാത്രമല്ല കുടുംബം എന്ന് പറയുന്നത് എനിക്കൊക്കെ ഉണ്ട്. അപ്പൊ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെന്നല്ല ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്ത ഏറ്റവും നല്ല കാര്യം നിങ്ങളുടെ ഭർത്താവിനെ അറിയിച്ചത്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഇനി ലീഗലിയോ അല്ലാണ്ടെയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു പെണ്ണും ഒറ്റപ്പെടുന്ന സാഹചര്യത്തിൽ ഭർത്താവിനെ അറിയിക്കുന്നേ നല്ലത്. ട്രെയിനിന് പോയി തല വെച്ചുകൊടുത്തത് ഞാനല്ലല്ലോ, നിങ്ങൾ തന്നെയല്ലേ. അപ്പൊ പിന്നെ ഇതൊക്കെ നേരിടേണ്ടി വരും വിചാരിക്കാം. ബാക്കി കേൾക്കാം. ഓക്കെ, നിങ്ങളെ ഭാഗം ക്ലിയർ ചെയ്യാൻ എന്താ ഉള്ളത് ഞാൻ ചോദിച്ചിട്ടാണ് നിങ്ങൾ പറഞ്ഞത്, അല്ലാണ്ട് നിങ്ങളായിട്ട് എന്റെ അടുത്ത് ഇയാളുടെ പറ്റി പറഞ്ഞതല്ല. അതെന്റെ ഫ്രണ്ടിനും അറിയാം. ആ ഫ്രണ്ട് ഫാത്തിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും, എന്റെ വോയിസ് നോട്ടും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ മാത്രം കൊടുക്കുമ്പോ അവള് ചോദിക്കുമല്ലോ, നീ പറഞ്ഞ ഈ പറയാനുള്ള റിപ്ലൈ അത് ഞാൻ പറഞ്ഞതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ആ റിപ്ലൈ വന്നത്. അപ്പോ ഈ ഫ്രണ്ടിന്റെതും എന്റെയും ആരുമല്ല ഈ ഫാത്തി എന്ന് പറയുന്ന വ്യക്തി, ആരുമല്ല. നിങ്ങളെ പോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയയില് നിങ്ങളെ യൂട്യൂബ് ചാനൽ കാണുന്ന പോലെ തന്നെ അവരും കാണുന്നു. പക്ഷെ ആ ഫ്രണ്ടിന് കുറച്ചും കൂടി അവരുടെ വീഡിയോസ് കണ്ടിട്ടുള്ള കൂടുതൽ വീഡിയോസ് കണ്ടിട്ടുള്ള ഒരു അടുപ്പുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞതും കൊണ്ട് ഓളും ഇടങ്ങാറായി. നിങ്ങളിപ്പോ നേരത്തെ പറയാ എന്റെയും നിങ്ങളെയും ചാറ്റുകൾ പുറത്തു വിടുന്നു. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങളെ വർത്തമാനത്തിൽ തന്നെ നമ്മൾ മോശപ്പെട്ട രീതിയിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ തന്നെ പറ. ഞാൻ നിങ്ങൾക്ക് എന്റെ വിശേഷം പറഞ്ഞിട്ടാണോ ഞാൻ മെസ്സേജ് ചെയ്തത്? ഞാൻ ഫസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഞാൻ ആരാന്ന് പോലും പറയാണ്ടാണ് സാജിന്റെ അതിനെപ്പറ്റി മാത്രമേ ഞാൻ മെസ്സേജ് ചെയ്തു. ഞാൻ എവിടെയുള്ള ആളാണോ, എന്റെ പേരെന്താന്ന് പോലും നിങ്ങൾ ചോദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചാറ്റുകൾ പുറത്തു വിടുന്നെന്ന് പറയുമ്പോൾ അത് മിസ്അണ്ടർസ്റ്റാൻഡിംഗിൽ വരില്ലേ? അതെന്റെ ഫാമിലിക്ക് ബാധിക്കൂലേ? ഇനി അങ്ങോട്ടുള്ളത് ഞാൻ ആവശ്യം വരികയാണെങ്കിൽ പോസ്റ്റ് ചെയ്തോളാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ സങ്കടങ്ങളാ അത് നമ്മൾ വിറ്റ് ഇതാക്കണ്ട, കാഴ്ചക്കാരാക്കണ്ട എന്ന് വിചാരിച്ചിട്ട്. അവള് പറഞ്ഞത് കേട്ടോ, ഞാൻ ചോദിച്ചതിന്റെ ചോദ്യത്തിന് മാത്രമേ നിങ്ങൾ റിപ്ലൈ തന്നിട്ടുള്ളൂ. അപ്പൊ ഞാൻ അവരോട് പറയും ചെയ്യുന്നുണ്ട് അവരെ റിമൂവ് ചെയ്യാൻ തയ്യാറല്ല. ഇതൊക്കെ തന്നെ ഞാൻ പറഞ്ഞത്. ആളും തരവും നോക്കിയിട്ട് വേണം നിങ്ങൾ ഒരാളോട് ഈ സോഷ്യൽ മീഡിയയിൽ കമ്പനി ആവാനെന്നുള്ളത്. അവർക്കൊന്നും നഷ്ടപ്പെടാനല്ല, മനസ്സിലായോ? നിങ്ങൾക്ക് കുടുംബം ഉണ്ടെങ്കിൽ അതേ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളൂ. നിങ്ങളെ നാറും, അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. ആരോ പറഞ്ഞ മാതിരി മടിയിൽ കനുണ്ടെങ്കിലല്ലേ നമുക്ക് പേടിയുള്ളൂ. മടിയിൽ കനല്ലെങ്കിൽ നമുക്ക് പേടിയില്ലല്ലോ. അപ്പൊ ഈ ഓലപ്പാമ്പ് കാണിച്ചിട്ട് പേടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വേറെ ആളെ നോക്കുക. അപ്പൊ ഇനിയിപ്പോ ഇതിന് ആ തെറി ആർക്കും പറയാം, നിങ്ങളെ കുറിച്ച് എന്ത് മോശത്തരം ആർക്കും പറയാം. അതിലൊന്നും തെറ്റില്ല. എല്ലാത്തിന്റെയും പുറകെ നമുക്ക് പോയിട്ട് ഇത് ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയല്ല, അവ അങ്ങനെ പറഞ്ഞ അങ്ങനത്തെ പരിപാടിക്ക് എനിക്ക് എന്തായാലും താല്പര്യമില്ല. പക്ഷെ ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ സത്യം എന്താണെന്നുള്ളത് അറിയണം. അങ്ങനെ ഒരാൾ മാത്രം നല്ലൊരു എന്താ പറയാ ബുക്കാവണ്ട. എന്താ ഒരു വിഷയം നമ്മൾ